الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനം നിർബന്ധമാക്കി എന്നുള്ളതാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാതമുൻ നബിയ്യീനാണ്. ഇനി ഒരു പ്രവാചകൻ ഈ ദുനിയാവിൽ വരൂല ഇലാ യൗമുൽ ഖിയാമ. ഇനി ആകെ വരും എന്ന് പറയപ്പെട്ടിട്ടുള്ളത് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിയാമത്ത് നാളിന്റെ അടയാളമായി ദുനിയാവിൽ ഇറങ്ങും എന്നുള്ളതാണ്. അത് സത്യവുമാണ്. പക്ഷെ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഇനി ദുനിയാവിലേക്ക് വരുന്നത് ഒരു നബിയായിട്ടോ റസൂലായിട്ടോ അല്ല, നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളിൽ ഒരാളായിട്ടാണ്. ദുനിയാവിൽ വന്ന് ലോകം മുഴുവനും ഇസ്ലാമിക ശരീഅത്തിന്റെ കീഴിൽ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം ഭരിക്കും. പക്ഷെ അന്ന് ആ ശരീഅത്തിന്റെ നിയമങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിയമങ്ങളായിരിക്കും. അതല്ലാത്തൊരു നബി ഇനിയില്ല, ഇനി ഒരു റസൂലില്ല. എന്നല്ല, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അംബിയാ മുർസലീങ്ങളിൽ അവസാനത്തെ സീലാണ് എന്ന് വിശ്വസിക്കൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഈമാനിന്റെ ഭാഗമാണ്. നമ്മൾ സാധാരണ കലിമ പറയുമ്പം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ശേഷം വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പറയുമ്പോൾ അതിലൊന്ന് ഇതും കൂടിയാണ്. അതായത് എന്റെ ഷഹാദത്ത് അല്ലാഹുവേ, ഈ വിഷയത്തിൽ ഇതും കൂടിയാണ്. നീ അവസാനമായി നിയോഗിച്ചത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അതുകൊണ്ട് എളിയൊരു നബി ഈ ദുനിയാവിൽ ഉണ്ടാവുകയില്ല ഖിയാമത്ത് നാൾ വരെ. ഇനി ആര് എങ്ങനെ എന്തു പറഞ്ഞാലും മുഹമ്മദ് ഈ ശരീഅത്ത് അനുസരിച്ച് ജീവിച്ചവന് മാത്രമേ മുസ്ലിം എന്ന് പറയുള്ളൂ, അതല്ലാത്തവന് മുസ്ലിം എന്ന് പറയുകയും ഇല്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പറയുകയും
ചിലപ്പോ അത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കാദിയാനികളെ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയാൻ കാരണം അവർ മുസ്ലിമീങ്ങളല്ല, കാഫിറുകളാണ്. നമ്മൾ കോലത്തിലോ വേഷത്തിലോ വർത്തമാനത്തിലോ തെറ്റിദ്ധരിച്ചു പോകുമൊന്നും വേണ്ട. ഇനി അതല്ല, ചെറിയൊരു തരത്തിലുള്ള എന്നാലും അങ്ങനെ പറയണോ എന്ന് വിചാരിക്കും വേണ്ട. അത് അപകടമാണ്. അത് അപകടമാണെന്ന് മാത്രമല്ല, അങ്ങനെ വിചാരിക്കുന്ന ആളുകളുടെ കുഫർ ഈ ഉമ്മത്തിന്റെ ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. നവാഖിദുൽ ഇസ്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ദീനുൽ ഇസ്ലാമിൽ നിന്നും ഒരാള് പുറത്തായി പോകുന്ന കാരണങ്ങൾ പറഞ്ഞപ്പം അതിൽ പ്രധാനപ്പെട്ട 10 എണ്ണം ഷെയ്ഖുൽ ഇസ്ലാം എണ്ണി പറഞ്ഞു. അതിലൊന്ന് മൂന്നാമത്തേത് മൻ ഒരുത്തൻ ലം യുകഫിരിൽ മുശ്രികീന ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ ഇജ്മാഅൻ. ശിർക്ക് ചെയ്യുന്ന ഒരാൾ കാഫിറാണെന്ന് ഒരുത്തൻ വിശ്വസിക്കാതിരുന്നാൽ, അതല്ലെങ്കിൽ അവരുടെ കുഫറിൽ അയാൾ സംശയിച്ചാൽ, അതുമല്ലെങ്കിൽ അതും ശരിയാണ് എന്നിവൻ സമ്മതിച്ചാൽ, കഫറ ഇജ്മാഅൻ, ഈ ഉമ്മത്തിന്റെ ഇജ്മാഇൽ ഉലമാഇന്റെ ഇത്തിഫാഖിൽ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണ്. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ആള് പ്രവാചകനാണ്, നബിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുത്തനാണെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും വാദിക്കുകയും അത് സമർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിനെയും സഹീഹായ ഹദീസുകളെയും കോട്ടിമാട്ടുകയും ചെയ്യുന്നവനാണെങ്കിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പരിധിയിൽപ്പെട്ടവനല്ല എന്നല്ല, മുസ്ലിമിന്റെ മില്ലത്തിൽപ്പെട്ടവനല്ല, പുറത്താണ്. അത് വളരെ ഗൗരവത്തോടെ മടക്കേരിക്കാർ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. നമ്മളൊരു കാഫിറിന്റെ മുശ്രിക്കിനെ എങ്ങനെയാണോ കാണുക, അതേപോലെ തൗഹീദിൽ പ്രശ്നം ഉണ്ടായിട്ടല്ല, അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ലായിട്ടല്ല, അവർ അള്ളാഹനെ നിഷേധിച്ച് തള്ളിപ്പറഞ്ഞത് കൊണ്ടുമല്ല. അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഇതെന്റെ അവസാനത്തെ നബിയാണ് എന്ന് പ്രഖ്യാപിച്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖത്മുൻ നുബുവ വിശ്വസിക്കാത്തത് കൊണ്ടാണ്. ഒന്നുകിൽ അതിൽ സംശയാലുക്കളായത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതങ്ങനെയാണ്, ഇനി ഒരുത്തം വരാനുണ്ട് അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതിനെ കൊണ്ടാണ്. ഇല്ല, അവര് കുഫറിലാണ്. അള്ളാഹു ഹിദായത്ത് നസീബാക്കട്ടെ. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ നബിയാണ്, റസൂലാണ് എന്നതുകൊണ്ട് തന്നെ അപ്രവാചകന്റെ ഉത്തരവാദിത്വം, ജോലി, ദൗത്യം അത് ഈ ഉമ്മത്തിന്റെ കൈമലാണ്. ദീൻ പറയലും നന്മയിലേക്ക് ആളുകളെ വിളിക്കലും തിന്മ കണ്ടാൽ മാറി നിൽക്കലും അതിൽ നിന്ന് മാറി നിൽക്കാൻ ഉപദേശിക്കലും നമ്മൾ ഓരോരുത്തരുടെയും ജോലിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അങ്ങനത്തെ ഒരു ടീം ഉണ്ടാവണമെന്ന് പ്രത്യേകം കൽപ്പിച്ചു. വൽതകും മിൻകും ഉമ്മ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ഉണ്ടാവണം. എന്താ അവരുടെ ജോലി? യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മയിലേക്ക് വിളിക്കുന്നവരാവണം, അവർ നല്ല കാര്യങ്ങൾ പരസ്പരം ഉപദേശിക്കുന്നവരാവണം, മോശമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പരസ്പരം വിരോധിക്കുന്നവരുമാവണം. എങ്കിൽ അവർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ, അവരാണ് ജോലി പൂർത്തിയാക്കിയവർ, അവരാണ് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അമാനത്തോടുകൂടി ദൗത്യ നിർവഹണം നടത്തിയവർ. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല അബൂ ജഅഫർ അൽ ബാഖിർ റഹ്മഹുല്ലാഹു പറയുന്ന ഒരു വാക്ക് ഈ ആയത്തിന്റെ തഫ്സീറിൽ അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതി സഹാബാക്കളുടെ മുന്നിൽ, വൽതകും മിൻകും ഉമ്മ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു ടീം ഉണ്ടാവണം, അവരുടെ ജോലി നന്മ ഉപദേശിക്കലും ആളുകളെ നന്മയിലേക്ക് വിളിക്കലും മോശമായ കാര്യങ്ങൾ കണ്ടാൽ തടയലുമായിരിക്കണം. എന്നിട്ട് ഖൈറിനർത്ഥം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഖൈർ, ഖൈറിലേക്ക് വിളിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഖൈർ ഒന്ന് ഇത്തിബാഇൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിനെ ഫോളോ ചെയ്യാൻ, പ്രമാണങ്ങളിലേക്ക് വിളിക്കാൻ, അമലുകളിലേക്കല്ല. അത് പ്രത്യേകം അടിവരയിട്ട് ഉമ്മത്ത് മനസ്സിലാക്കണം. ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് എന്ന് പറഞ്ഞാൽ അമലുകളിലേക്ക് വിളിക്കലല്ല, ആദ്യം അവരെ പ്രമാണങ്ങളിലേക്ക് വിളിക്കലാണ്. പ്രമാണങ്ങൾ തിരിച്ചറിഞ്ഞ്
ദീനുൽ ഇസ്ലാമിന്റെ അകക്കാമ്പ് മനസ്സിലാക്കിയവർക്ക് അമലുകൾ പറഞ്ഞു കൊടുക്കണം. കാരണം ഇസ്ലാമിന്റെ ഉള്ളറിയാതെ അമലുകൾ വർദ്ധിപ്പിച്ച് ഉഹുദ് മല പോലെ അമലുകൾ ചെയ്ത് അള്ളാന്റെ കോടതിയിൽ വരുന്നവൻ وقدمنا إلى ما عملوا من عمل فجعلناه هباء منثورا. ആ അമലുകൾ പൊടികളാക്കി കളയും അല്ലാഹു റബ്ബുൽ ഇസ്സ. എന്തുകൊണ്ടറിയോ? തറയില്ല. ഒറ്റ ഉദാഹരണം പറയാം. തഹജ്ജുദ് നിസ്കാരം തൊട്ട് രാത്രിയിലെ വിത്ർ നിസ്കാരം വരെ കൃത്യമായി നിർവഹിക്കുന്ന ഒരു ആബിദ്, അയാൾക്ക് ദീനിനോട് ഇഷ്ടമാണ്, അയാൾ ഇസ്ലാമിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ അയാളെ ദീനിലേക്ക് വിളിച്ചവർ, ദീൻ പറഞ്ഞു കൊടുത്തവർ തറ പറഞ്ഞു കൊടുത്തില്ല, ഇസ്ലാമിന്റെ അസ്ല് ഫൗണ്ടേഷൻ മനസ്സിലാക്കി കൊടുത്തില്ല. അതിന് മുകളിലുള്ള കർമ്മങ്ങളുടെ ഫളായിലുകൾ പറഞ്ഞ് പ്രേരിപ്പിച്ച് അതിയായ ആർത്തി ഉണ്ടാക്കി അമലുകൾ ചെയ്യിപ്പിച്ചു. അയാളോട് ഒരിക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, ഐനല്ലാഹ്, ഐനല്ലാഹ്. 50 കൊല്ലമായി തഹജ്ജുദ് മുടക്കാത്ത ആളാണ്, വിത്ർ നിസ്കരിക്കാണ്ട് കിടന്നുറങ്ങാത്ത ആളാണ്, പലിശന്റെ 5 പൈസ തിന്നാത്ത മനുഷ്യനാണ്, ഹറാം ഹലാലുകളെ വേർതിരിച്ച് മനസ്സിലാക്കി തഖ്വയോടെ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ഒരു ആബിദാണ്. ഒറ്റ ചോദ്യം, ഐനല്ലാഹ്. ഓൻ പറഞ്ഞു, ഫി കുല്ലി മകാൻ, ഫി കുല്ലി മകാൻ. തൂണിലുണ്ട്, തുരുമ്പിലുണ്ട്, കടലിലുണ്ട്, കരയിലുണ്ട്, ഭൂമിയിലുണ്ട്, മനുഷ്യനിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. ഫഹുവ കാഫിർ, ഫഹുവ കാഫിർ. ആ ആബിദ് കുഫറിലാണ്, നിസ്കാരക്കാരനാണ്, വജ്ജഹ്തു വജ്ഹിയ ഓതുന്നോനാണ്, സൂറത്തുൽ ഫാത്തിഹന്റെ അർത്ഥം അറിയുന്നോനാണ്. കാരണം എന്താ പറ്റിയെന്നറിയോ? അവനെ വിളിച്ചവൻ പ്രമാണത്തിലേക്ക് വിളിച്ചില്ല, ഇത്തിബാഉൽ ഖുർആനിലേക്ക് വിളിച്ചില്ല. അമലുകളുടെ ഫളായിലുകൾ പറഞ്ഞ് ആർത്തിയുണ്ടാക്കി കർമ്മങ്ങൾ ചെയ്യിപ്പിച്ചു. ഒരൊറ്റ ചോദ്യത്തിന്റെ മറുപടിയിൽ ആ ഇബാദത്തുകൾ മുഴുവൻ ഹബാഅൻ മൻസൂറാ. എന്തുകൊണ്ട്? ഹുവ ഫിസ്സമാ, അല്ലാഹു ആകാശത്തിലാണ്. അതാര് പറഞ്ഞതാണ്? അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹു ആകാശം. എത്രത്തോളം ഈ ഫളായിലുകൾ പറഞ്ഞ് ഇബാദത്തിലേക്ക് വിളിക്കുന്ന ദീനിന്റെ ദാഇമാർ ഉദാഹരണം പറഞ്ഞെന്നറിയോ? അല്ലാഹു എന്ന് പറഞ്ഞാൽ നൂറാണ്, അല്ലാഹു എന്ന് പറഞ്ഞാൽ നൂറാണ്, പ്രകാശമാണ്. മെഴുകുതിരി കത്തിച്ച പോലെ, നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നറിയില്ല, മുമ്പത്തി കാൻഡിൽ, മെഴുകുതിരി കത്തിച്ച പോലെ അതിന്റെ തിരിവെളിച്ചം 4 ഭാഗത്തുള്ളവർക്ക് പ്രകാശം നൽകുന്ന പോലെ ഉടമസ്ഥനായ റബ്ബ് 4 ഭാഗത്തും പ്രകാശിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹു എല്ലായിടത്തും ഉള്ളവനാണ്. ഇവൻ ഖുർആനിനെ നിഷേധിച്ചവനാണ്, ഖുർആൻ നിഷേധിച്ചവൻ കാഫിറാണ്. ഞാൻ ഇത് പറഞ്ഞെന്തിനറിയോ? കാമ്പറിയാൻ വേണ്ടിയിട്ടാണ്, എന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട്. നിസ്കരിക്കാനല്ല വിളിക്കേണ്ടത്, ഫസ്റ്റ് ഇത്തിബാഉൽ ഖുർആൻ. ആദ്യം വിളിക്കേണ്ടത് ഖുർആൻ അറിയാൻ, ഖുർആനെ ഫോളോ ചെയ്യാൻ. വസുന്നതി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വസുന്നതി. പിന്നെ എങ്ങോട്ടാ വിളിക്കേണ്ടത്? എന്റെ സുന്ന. ഇതാണ് ദഅവ. ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് ഈ 2 എണ്ണത്തിലേക്ക് വിളിക്കലാണ്, ഉസൂലുകളിലേക്കല്ല, ഉലമാക്കളിലേക്കല്ല, പ്രസ്ഥാനങ്ങളിലേക്കല്ല, സംഘടനകളിലേക്കല്ല, മറിച്ച് ഇലാ കിതാബില്ലാഹി വസുന്നതി റസൂലിഹി. എന്തുകൊണ്ട്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ, തറക്തു ഫീകും അംറൈൻ. ഞാൻ നിങ്ങൾക്ക് 2 സാധനങ്ങളാ വിട്ടേച്ചു പോകുന്നത്. ലൻ തദില്ലു, ഒരിക്കലും നിങ്ങൾ പഴച്ചു പോവില്ല. മാ തമസ്സക്തും ബിഹിമാ, ഇവ 2ഉം നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം. കിതാബല്ലാഹി വസുന്നത റസൂലി. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് റസൂലിന്റെ സുന്നത്താണ്. അതാണ് പ്രമാണം. അതിലേക്കാ ജനങ്ങളെ വിളിക്കേണ്ടത്. അതൊരുത്തം തിരിച്ചറിഞ്ഞാൽ, അതൊരാള് മനസ്സിലാക്കിയാൽ ഓരോക്കെയാവും, ഓന്റെ ഈമാൻ ശരിയാവും, ബോധം വരും, പ്രമാണങ്ങൾ അവന് വഴികാട്ടും. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. അല്ലാഹു പറഞ്ഞല്ലേ, പ്രമാണം അറിഞ്ഞാൽ ആ പ്രമാണം അവനെ നേരെ ചൊവ്വയുള്ള വഴി കാണിക്കും. ആ വഴിയിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പിന്നെ നിസ്കാരം, പിന്നെ നോമ്പ്, പിന്നെ സക്കാത്ത്, പിന്നെ ഹജ്ജ്.
മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്തിന്റെ പൊരുൾ പറഞ്ഞു തന്നു. എങ്ങോട്ടാ വിളിക്കേണ്ടത്? ഇത്തിബാഇൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനെ ഫോളോ ചെയ്യാൻ, വസുന്നതി, എന്റെ സുന്നത്തിനെ ഫോളോ ചെയ്യാൻ. ഖുർആനിലേക്കും സുന്നത്തിലേക്കും. അതാ സലഫികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കബൂലാക്കട്ടെ. പക്ഷെ അത് പറയുമ്പം ചില ആൾക്കാർക്ക് പിടിക്കൂല, രസിക്കൂല. ഖുർആനും സുന്നത്തിലേക്കും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതൊരു ദഹിക്കാത്ത പോലെ. അതും ആർക്ക് ദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നവർക്ക്, ദീനിന്റെ ആൾക്കാരാണ് പറയുന്നവർക്ക്, എപ്പോ നോക്കിയാലും ഒരു ഖുർആനും സുന്നത്തും പിന്നെങ്ങോട്ട് അതിലേക്ക് വിളിക്കാത്തത് കൊണ്ടാണ് ഇതേപോലെ അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. ഒരു നിസ്കാരക്കാരൻ അയാൾ വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ പറയുന്നുണ്ട്, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല പറയുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ പറയുന്നുണ്ട്. പക്ഷെ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ അവന്റെ കഴുത്തിലോ അരയിലോ കയ്യിലോ ഉറുക്കുണ്ട്, ചരടുണ്ട്. നോക്കുമ്പോൾ ദീനി പ്രവർത്തകനാണ്, നോക്കുമ്പോൾ ഒരു ആബിദാണ്, ഭയങ്കരമായ തഖ്വ സൂക്ഷ്മതയോടെ ജീവിക്കുന്ന ആളാണ്. ഓന്റെ ഭാര്യ, മക്കള്, വീട്, കുടുംബം, അടുക്കള മുഹമ്മദ് മുസ്തഫാന്റെ സുന്നത്തിനെ ഫോളോ ചെയ്യുന്ന കുടുംബമാണ്. ചരടുകൂടാൻ പറ്റിയില്ല, ഉറുക്കഴിക്കാൻ പറ്റിയില്ല. അതിനർത്ഥം അവന് ഖുർആനും സുന്നത്തും മനസ്സിലായില്ല. അപ്പൊ നമ്മൾ പറയും അത് മനസ്സിലായിക്കോളൂ, അങ്ങനെ അത് തിരിഞ്ഞോളും. തിരിയൂല, പറയാണ്ട് തിരിയൂല. ഫദക്കിർ, നീ പറയണം, അത് ഓർമ്മപ്പെടുത്തണം, അത് പാടില്ല, അത് പറഞ്ഞു ഊരിപ്പിക്കണം. അത് ദാഇയുടെ ഉത്തരവാദിത്തമാണ്. അത് പിന്നെ മാറിക്കോളും, ഓൻ അറിഞ്ഞു ഊരിക്കോളും, ഓൻ തന്നെ സ്വയം ചെയ്തോളും. അതിനു മുമ്പ് മരിച്ചാൽ, അതിനു മുമ്പ് മലക്കുൽ മൗത്ത് വന്നാൽ, അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദഅവ ഇലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലി, അല്ലാഹുവിന്റെ ഖുർആനിലേക്കും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിലേക്കുമായിരിക്കണം. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതോരോ വ്യക്തികളുടെയും ബാധ്യതയായി പഠിപ്പിച്ചെന്ന്. ഖത്തീബിന്റെ മാത്രം ജോലിയല്ല, ഓരോ വ്യക്തികളുടെയും. തങ്ങൾ പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറ, നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും വെറുക്കപ്പെട്ട ഒരു കാര്യം അറിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ടാൽ, ഫൽയുഗയ്യിർഹു ബിയദിഹി, അവന്റെ കൈ കൊണ്ട് അവനെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ അതവൻ ചെയ്യട്ടെ. ഭരണാധികാരികൾക്ക് പറ്റും, കുടുംബനാഥന് പറ്റും, ചിലപ്പോൾ സാധാരണക്കാർക്ക് പറ്റിക്കൊള്ളുന്നില്ല. കൈ കൊണ്ട് പിടിച്ചു മാറ്റുക. ഫഇല്ലം യസ്തതിഅ, ഇനി അങ്ങനെ കഴിവുള്ള ഒരാളല്ല, ഉത്തരവാദിത്തമുള്ള ആളല്ല, അധികാരമുള്ള ആളല്ല, കൈകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ ഫബിലിസാനി, ഒരു പറഞ്ഞു കൊടുക്കുക. ശിർക്ക് കണ്ട അപ്പം പറയാ, ബിദ്അത്ത് കണ്ട അന്നേരം പറയാ, തൗഹീദിന്റെ ഫളായിൽ പറയാ, ഖുർആനിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കുക, സുന്നത്തിലേക്ക് മടങ്ങാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ബിലിസാനി ഫഇല്ലം യസ്തതിഅ, ഇനി അതും പറ്റുന്നില്ല, വർത്തമാനം പറയാൻ അറിയില്ല, ഉള്ളിലുണ്ടാവും, പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയില്ല, അങ്ങനെ പല മനുഷ്യന്മാരുണ്ടാവും. എല്ലാവർക്കും ആ കഴിവ് കിട്ടണമെന്നില്ല. ഫഇല്ലം യസ്തതിഅ ഫബിഖൽബിഹി, അവന്റെ മനസ്സുകൊണ്ട് അതിനെ വെറുക്കണം, അള്ളാഹിനോട് ഒരു ഹിദായത്ത് കൊടുക്കാൻ ദുആ ചെയ്യണം. വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാന്റെ ഏറ്റവും ബലഹീനമായ അവസ്ഥ. അതെങ്കിലും ചെയ്യണം. വഫീ റിവായ വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത ഖർദൽ, മനസ്സുകൊണ്ട് ആ തിന്മയെ വെറുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഹബ്ബത്തു ഖർദൽ, ഒരു കടുക് മണിന്റെ അത്രയും തൂക്കം പോലും ഈമാൻ അവന്റെ ഖൽബിലില്ല എന്നതിന്റെ തെളിവാണിത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രബോധനം അല്ലെങ്കിൽ ദഅവത്ത് എന്ന ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് ആളുകളെ വിളിക്കുക, തൗഹീദിലേക്ക് വിളിക്കുക, ശിർക്കിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുക, സുന്നത്തിലേക്ക് വിളിക്കുക, ബിദ്അത്തിന്റെ ഗൗരവം പറഞ്ഞു കൊടുക്കുക. അതിലേക്ക് ആളുകൾ വിളിക്കുന്നില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി താക്കീത് ചെയ്തു. അല്ലാഹു പറഞ്ഞു, വലാ തകൂനു, നിങ്ങളാവരുത്, വലാ തകൂനു, നിങ്ങളാവരുത്, കല്ലദീന തഫറഖു വഖ്തലഫു, പൊട്ടി തകർന്ന് പിന്തിരിപ്പന്മാരായി മാറരുത്. ഒന്ന് കൂട്ടായിട്ട് നിൽക്കും, ഖുർആനിലും സുന്നത്തിലും ഒരുമിച്ച് നിൽക്കും. ഇതൊന്ന് മനുഷ്യന്മാരാരും കേൾക്കാത്തൊരു സംഗതിയാണ്. ചെറിയ പ്രശ്നം മതി, നിസ്കാരത്തിൽ എവിടെ കൈകെട്ടേണ്ടത്, അടിയായി.
തശഹുദിൽ എങ്ങനെയാ ഇരിക്കേണ്ടത്? അടിയായി 2 ഗ്രൂപ്പായി. പാടില്ല. ഒരുമിച്ച് നിൽക്കുക. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു. നിങ്ങൾക്ക് മുമ്പ് വന്നവർ ഇങ്ങനെ പിരിഞ്ഞു പോയവരാ, പല ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയവരാ, അടിച്ച് പിരിഞ്ഞവരാ. നിങ്ങൾ അങ്ങനെ ആവരുത്. നിങ്ങൾ അങ്ങനെ ആയാൽ നിങ്ങളുടെ ശക്തി ക്ഷയിച്ചു പോവും, ദഅവത്തിന്റെ സാധ്യത കുറയും, നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഭയം വരും, വഴികൾ അടക്കപ്പെടും. വലാ തകൂനു, നിങ്ങൾ അങ്ങനെ ആവരുത്. ഒരുമിച്ച് നിൽക്കുക. എല്ലാ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും നിങ്ങളുടെ മുന്നിലുണ്ട്, കൈമലുണ്ട്. അഥവാ അഭിപ്രായ വ്യത്യാസം വന്നാൽ ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മടക്ക്. അതിലെന്താ ഉള്ളത് നോക്ക്, അതിൽ ഉറച്ചു നിൽക്ക്. അതിനപ്പുറത്ത് നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയാണെങ്കിലും അങ്ങനെ ഇവിടെ ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ്, അതാണല്ലോ ദീൻ. അതൊരു ഭാഗത്തുണ്ട്. മറുഭാഗത്ത് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുടുംബക്കാരാണ്, എൻ്റെ ചങ്ങാതിമാരാണ്. നോക്കരുത്, നീ അവരെ പരിഗണിക്കരുത്. നിങ്ങളുടെ ഇമാമാണ്, നിങ്ങളുടെ മദ്ഹബിന്റെ ഇമാമാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് ദീൻ പറഞ്ഞിരുന്ന ആളാണ്. നിങ്ങൾ അവരുടെ കൂടെ നിൽക്കരുത്. ദീൻ ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഫറുദ്ദൂഹു ഇലല്ലാഹ് വറസൂൽ. അവിടെ തർക്കം തീരും, അവിടെ പ്രശ്നങ്ങൾ തീരും, അവിടെ ഖൽബുകൾ ഒന്നാവും. പക്ഷെ അതിന് കഴിയുന്നില്ല. എന്തുകൊണ്ടറിയോ? വത്തബഅ ഹവാ, എനിക്ക് വലുത് എന്റെ വാശിയാണ്. അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ. ഏ നബിയേ, സ്വന്തം ഇച്ഛയെ ഇലാഹുകളാക്കിയ ആൾക്കാരെ നിങ്ങൾ കാണുന്നില്ലേ? അവരുടെ വേദവാക്യം അവരുടെ നഫ്സ് പറയുന്നതാണ്. ഓൻ പിടിച്ച പിടുത്തം, ഓന്റെ വാശി, ഓന്റെ ആശ അത് നടക്കണം. ഓൻ പറഞ്ഞ പോലെ തന്നെ ആവണം. അങ്ങനെ ആവരുത്, ശക്തി ക്ഷയിക്കും, നിങ്ങളുടെ കാറ്റ് പോവും. അങ്ങനെ അല്ലാഹു പറഞ്ഞു, ഭീരുക്കളാകും നിങ്ങൾ. വലാ തകൂനു കല്ലദീന തഫറഖു വഖ്തലഫു. അഥവാ നിങ്ങൾ അങ്ങനെ ആയാൽ ഉലൈക ലഹും അദാബുൻ അദീം, അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട് നാളെ ഖിയാമത്ത് നാളിൽ. അവർക്ക് വമ്പിച്ച ശിക്ഷയുണ്ട്. ആവരുത്. അഭിപ്രായ വ്യത്യാസം സ്വാഭാവികമാണ്. ചർച്ചകൾ വരും, പഠനങ്ങൾ ഉണ്ടാവും. പക്ഷെ തർക്കം തീരാനുള്ളൊരു വഴി ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹിലേക്ക് മടക്കുക, അള്ളാഹിന്റെ റസൂലിലേക്ക് മടക്കുക. അങ്ങനെ മടക്കുന്നതിൽ സംതൃപ്തരാവുക. എന്നാലും നമ്മുടെ അമീർ ഇങ്ങനെയല്ലേ പറയുന്നത്, നമ്മുടെ നേതാവ് പ്രസിഡന്റ് ഇങ്ങനെയല്ലേ പറയുന്നത്, സെക്രട്ടറിന്റെ അഭിപ്രായം ഇങ്ങനെയല്ലേ, നമ്മളെ പ്രസ്ഥാനം പണ്ടുപണ്ടേ ഇങ്ങനെയല്ലേ പറയുന്നത്. നോ നോ. فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. 3 കാര്യം പ്രശ്നം പരിഹരിക്കാൻ. 3 കാര്യം. ഫലാ വറബ്ബിക, ഏ നബിയേ, നിങ്ങളെ റബ്ബ് തന്നെയാണ് സത്യം. അതിന്റെ അപ്പുറത്തിന് വേറൊരു ദാത്തില്ല സത്യം ചെയ്ത് പറയാൻ. നിന്റെ റബ്ബ് തന്നെയാണ് സത്യം. ലാ യുഅ്മിനൂന, അവർ യഥാർത്ഥ വിശ്വാസികളാവൂല. ഹത്താ യുഹക്കിമൂക, നിങ്ങളെ വിധികർത്താവാക്കുന്നവരെ ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളിൽ. അഭിപ്രായവ്യത്യാസം വന്നു. ഒരാൾ പറഞ്ഞ് ഇങ്ങനെ ആക്കണം, മറ്റൊരാൾ പറഞ്ഞ് ഇങ്ങനെ ആക്കണം. എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റസൂലിനെ വിധികർത്താവാക്കണം. അപ്പൊ റസൂൽ വഫാത്തായി കഴിയുമ്പോഴും ആയത്തിറങ്ങുന്ന റസൂലുള്ള ജീവനോടെ ഉള്ളപ്പോഴല്ലേ നിങ്ങളെ വിധികർത്താവാക്കണം. അതെ, അഹ്ലു സുന്ന പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളുടെ ഹയാത്ത് കാലത്ത് അള്ളാഹുവിന്റെ റസൂലിനെ നേർക്കുനേരെ, വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ. അപ്പൊ ഹദീസ് വേണ്ടെന്ന് പറയുന്നവനോ, ഓൻ ഔട്ടാണ് ഇസ്ലാം എന്ന്. ഓൻ ഇസ്ലാം എന്ന് ഔട്ടാണ്, പുറത്താണ്. പറയാൻ ഒരു മടിയും വേണ്ട. നിസ്കാരം ഉണ്ടാവും, തൗഹീദ് ഉണ്ടാവും, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ടാവും, അല്ലാഹ് എന്ന് വിളിക്കുന്നുണ്ടാവും. മുഹമ്മദ് മുസ്തഫാന്റെ ഹദീസിനെ തള്ളിയവൻ ഇസ്ലാമിന്റെ പുറത്താണ്. കാരണം ഹത്താ യുഹക്കിമൂക, നിങ്ങളെ വിധികർത്താവാക്കുന്നവരെ, ഐ സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ
ولا يجدون في صدورهم حرجا مما قضيت. നിങ്ങൾ ഒരു വിധി പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹീഹായ ഒരു ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനോട് അവരുടെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഇഷ്ടമില്ലായ്മയും ഉണ്ടായിക്കൂടാ. പക്ഷെ എന്നാലും ശരിയില്ല, അങ്ങനെ പറഞ്ഞൂടാ. മൂന്നാമത്തേത് വയുസല്ലിമൂ തസ്ലീമ. അവന് മനസ്സിലായാലും ഇല്ലെങ്കിലും അതിന്റെ മുമ്പിൽ അവൻ അർപ്പിച്ചു കൊള്ളണം. എനിക്ക് തിരിയുന്നില്ലപ്പാ, ഞാനൊന്ന് സെർച്ച് ചെയ്യട്ടെ, റിസർച്ച് ചെയ്യട്ടെ. ഞാനിത് ഒന്ന് എൻ്റെ പണ്ഡിതന്മാർക്ക് ഒന്ന് അയച്ചു കൊടുക്കട്ടെ. ആൾക്കാരെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറയുമ്പോൾ ആൾക്കാരെ മനസ്സിൽ വിശ്വാസം ഉണ്ടാകുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ നേതാവിനൊന്ന് അയച്ചു കൊടുക്കട്ടെ, അയാളെന്താ പറയുന്നത് നോക്കട്ടെ. അയാൾ പറയാൻ അള്ളാഹു കാത്തിരിക്കൂല, പുറത്തിടും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വയുസല്ലിമു തസ്ലീമ. ഞാൻ ഉദാഹരണം പറയാം. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ മക്കളെല്ലാം വിളിച്ചിരുത്തിയിട്ട് ദീൻ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. പെണ്ണുങ്ങളെ നിങ്ങൾ അള്ളാഹിന്റെ പള്ളിയിൽ നിന്നും തടയരുത്. റസൂലുള്ളാഹിന്റെ ഹദീസാണ്, സഹീഹാണ്. അതുകൊണ്ട് പള്ളിയിൽ വരുന്ന പെണ്ണുങ്ങൾക്ക് പള്ളിയിൽ വരാം, നിർബന്ധിക്കൊന്നും വേണ്ട, വരുന്നോ വന്നോട്ടെ. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ ബിലാൽ റളിയല്ലാഹു അൻഹു, ആരെ, ഉമർ ഫാറൂഖിന്റെ പേരക്കുട്ടി, പറയാണ്, വല്ലാഹി ലലംനഅന്നഹുന്ന. എന്ത് പറഞ്ഞാലും നമ്മളെ പെണ്ണുങ്ങൾ അല്ലാഹുവാണ് സത്യം, തടയുന്ന ചെയ്യും. അബ്ദുല്ലാഹി ഇബ്നു ഉമറിന്റെ മുഖം മാറി. അദ്ദേഹം പറഞ്ഞു, ബിലാൽ ഖുൽതു ഖാല റസൂലുള്ളാഹ്, ഞാൻ നിന്നോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറയാ. അപ്പൊ നീ പറയാ അല്ലാഹുവാണ് സത്യം, ഞാൻ തീർച്ചയായും തടയുന്നു. ഫസബ്ബഹു സബ്ബൻ ഖബീഹ. റാവി പറയാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ തന്റെ മോനെ വളരെ മോശമായി ആക്ഷേപിക്കുന്നതും ചീത്ത പറയുന്നതും ഞാൻ കേട്ടു. ഈ ഒറ്റ വാക്കിൽ ഖാല റസൂലുള്ളാഹ്, ഖലാസ്, പഞ്ചഭുജ് ഏതോനായാലും വയുസല്ലിമു തസ്ലീമ, സമിഅനാ വഅതഅന. അല്ലാഹു പറഞ്ഞു, വലാ തകൂനു കല്ലദീന തഫറഖു. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അഥവാ ഈ ഉമ്മത്തിൽ യൻഹാ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിനെ അള്ളാഹു തടയാണ്, നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട്. അൻ തകൂന കൽ ഉമമിൽ മാദിയ, കഴിഞ്ഞ കാലത്തുള്ള ആൾക്കാരെ പോലെ. എന്താ അവർക്ക് സംഭവിച്ചത്? ഫീ തഫറുഖിഹിം വഖ്തിലാഫിഹിം വതർകിഹിമുൽ അംറ ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ. അവർ പരസ്പരം ഭിന്നിച്ചു, അഭിപ്രായ വ്യത്യാസത്തിലായി, ദഅവത്തിനെ ഒഴിവാക്കുകയും ചെയ്തു. കാരണം ഇവർക്ക് തർക്കിച്ചിട്ട് സമയം കിട്ടണ്ടേ, നല്ല ദഅവത്ത് ചെയ്യാൻ പറ്റുള്ളൂ. അവർ അംറും ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ ഒഴിവാക്കി. ഇതിനെയാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ ആവരുത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ മിടുക്കേരിക്കാരെ ഖുർആനിലും സുന്നത്തിലും നിൽക്കണം, ഖുർആനിലും സുന്നത്തിലും നിൽക്കണം. അപ്പൊ ഒന്നാവും. എന്നിട്ട് എന്ത് ചെയ്യണം? മടുക്കേരിയിലുള്ള തബ്ലീഗുകാര് പറയും പോലെ ഹർ ഘർ ഹർ ഫർദ്, ഹർ ഘർ ഹർ ഫർദ്. ഓരോ വീടും ഓരോ വ്യക്തിയും ഖുർആന്റെ സുന്നത്തിന്റെ വഴിക്ക് വരാൻ ദഅവ ചെയ്യണം. മാറി നിന്നൂടാ, അള്ളാഹിന്റെ കൽപ്പനയാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഏറ്റവും നല്ലവൻ ഈ ഡ്യൂട്ടി ചെയ്യുന്ന ആളാണ്. ഇതിന് ആലിമാവണമെന്നില്ല. ഓരോരുത്തർക്കും അവരുടെ മേഖലയുണ്ട്. പ്രസംഗിക്കാൻ കഴിയുന്ന ആൾ അങ്ങനെ പ്രസംഗിക്കും, എഴുതാൻ കഴിയുന്ന ആൾ എഴുതും, വണ്ടി ഓടിക്കാൻ പറ്റുന്ന ആൾ വണ്ടി ഓടിക്കും, പൈസ കൊടുക്കാൻ പറ്റുന്ന ആൾ പൈസ കൊടുക്കും. ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ഒരു ആലിമിന് ഒരു കിതാബ് എടുത്ത് കൊടുക്കലും ദഅവത്തിന്റെ ഭാഗമാണ്. ഒരു ആലിമ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കിതാബ് എടുത്ത് കൈവ് കൊടുത്തു വായിക്കാൻ, അതും ദഅവന്റെ ഭാഗമാണ്. കുന്തും ഖൈറ ഉമ്മ, അല്ലാഹു പറയാൻ, സമുദായത്തിൽ ലോകത്ത് വന്നവരിൽ ഏറ്റവും ഖൈർ നിങ്ങളാണ്. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. ആരെ പറ്റിയായി പറയുന്നു? ഏത് ഉത്തമ സമുദായം? ദീനറിയാത്ത സമുദായം, ഖാല അല്ലാഹ് അറിയാത്ത സമുദായമോ, ഖാല റസൂലുള്ളാഹി ഇതുവരെ തിരിച്ചറിയാത്ത സമുദായമോ? ആരാണ് ഈ ഖൈർ ഉമ്മ? അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ അള്ളാഹു ജനങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്ത ടീമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. നിങ്ങളുടെ ജോലി എന്താണ്? നന്മ പറയുക, തിന്മ തടയുക. എന്നിട്ട് ഈ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു ഹദീസ് കൊണ്ടുവന്നു.
അബൂലഹബിന്റെ മകൾ ദുർറ റളിയല്ലാഹു അൻഹ ഒരു മുസ്ലിമായിരുന്നു. അവർ പറയാണ്, ഒരു ദിവസം ഖാമ റജുലുൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അലൽ മിമ്പർ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിന്റെ മുകളിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു. ഫഖാല, അയാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുന്നാസി ഖൈറുൻ, ജനങ്ങളിൽ ആരാണ് ഏറ്റവും നല്ലവൻ? പല കാര്യങ്ങളുണ്ട്, അതിലൊന്ന് പ്രധാനമായും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ അഖറഉഹും വഅത്ഖാഹും ലില്ലാഹ്, അല്ലാഹുവിനെ ഏറ്റവും അധികം സൂക്ഷിക്കുന്ന ആളും വഅമുറുഹും ബിൽ മഅറൂഫി വഅൻഹാഹും അനിൽ മുൻകർ, നന്മ ഉപദേശിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്ന ആളാണ്. ഖുർആൻ നന്നായിട്ട് ഓതുന്ന, ദീൻ നന്നായിട്ട് അറിയുന്ന, അള്ളാഹിനെ ഏറ്റവും നന്നായി സൂക്ഷിക്കുന്ന, നന്മ ഉപദേശിക്കുന്ന, തിന്മ തടയുന്ന, വഔസലുഹും ലിർറഹിം, കുടുംബബന്ധം നന്നായി ചേർക്കുന്നവനാരോ അവനാണ് ഏറ്റവും നല്ലവൻ. അപ്പോൾ ഈ ഖൈറു ഉമ്മ എന്ന് പറഞ്ഞതിൻ്റെ ഇടയിലുള്ള ഒരു ഗുണം ദഅവയാണ്. അത് നമ്മളെ നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് മാറണം ദഅവ. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ കാലത്ത് വന്ന യഹൂദികളെ വല്ലാണ്ട് ആക്ഷേപിച്ചു, ഖുർആനിൽ വല്ലാണ്ട് ആക്ഷേപിച്ചു. അതായത് അവർ ചെയ്ത ഒരു പ്രവൃത്തിയിലുള്ള ദേഷ്യം അല്ലാഹു ചില വാക്കുകളിലൂടെ നമ്മൾ അറിയിച്ചു. അല്ലാഹു പറഞ്ഞു, കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലു ലബിഅസ മാ കാനൂ യഫഅലൂൻ, അവർക്കിടയിൽ തിന്മകൾ നടക്കുമ്പം അവര് പരസ്പരം തടയുമായിരുന്നില്ല. ലബിഅസ മാ കാനൂ യഫഅലൂൻ, അവർ ചെയ്തത് വളരെ മോശമായി പോയി അല്ലാഹു പറയാ. അപ്പൊ കണ്ടിട്ട് എങ്ങനെ മിണ്ടാണ്ടിരിക്കുക? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മടിക്കേരിക്കാരെ, നന്മയിൽ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദാണ്, തിന്മയിൽ ഒന്ന് അശ്ശിർക്കു ബില്ലാഹ്, അല്ലാഹുവിൽ ശിർക്ക് ചെയ്യലാണ്. ഇത് പറയൽ, പറഞ്ഞുകൊണ്ടിരിക്കൽ, ഇതിൻ്റെ ഒരു ഭാഗമാകൽ, ഇതൊരു ജോലിയായി ഏറ്റെടുക്കൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ച നിർബന്ധ ബാധ്യതയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇവിടെ ശൈത്താൻ കളിക്കും. ഇപ്പൊ നമുക്കൊരാഗ്രഹം ഉണ്ടാവും, ദഅവ ചെയ്യണം, എല്ലായിടത്തും പറയണം, ഉത്തരവാദിത്തം പൂർത്തിയാക്കണം. അത് ഈമാന്റെ അടയാളം. ഒരാൾ ആയത്തുകൾ ഓതി ഹദീസുകൾ പറഞ്ഞിട്ട് പ്രേരിപ്പിക്കുമ്പം അതിലൊരു ആഗ്രഹം വരൽ ഈമാന്റെ അടയാളം. ആഗ്രഹം വരുന്നില്ലെങ്കിലോ സംതിങ് റോങ്. അല്ലാഹു കാക്കട്ടെ. ആഗ്രഹം വരുന്നില്ലെങ്കിൽ അല്ലാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, അവർക്ക് അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പം എന്താ അവരുടെ അവസ്ഥ എന്നറിയോ? അവരുടെ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിച്ച് അടപ്പിട്ട പോലെയായിരിക്കും ചില ആളുകൾ. ഈയം ഇരുമ്പുരുക്കിയിട്ട് ചെവിയിൽ ഒഴുക്കിയിട്ട് സിമെന്റ് ഇട്ട പോലെ, അവിടെ തറപ്പിച്ച പോലെ അവൻ്റെ ഉള്ളിലേക്ക് കയറൂല, കേൾക്കാൻ കഴിയില്ല. അല്ലാഹു കാക്കട്ടെ. പക്ഷെ ശൈത്താൻ വരും, എന്നിട്ട് പറയും, നീ ആരാ ഉപദേശിക്കാൻ? ആദ്യം നീ നന്നാ പറ, നീ ചെയ്തിട്ടല്ലേ മറ്റുള്ളവരോട് പറയാൻ പോക്ക്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, യൽബസു ഇബ്ലീസുൻ അലാ ബഅദിൽ മുതഅബ്ബിദീൻ, ചില നല്ല ആബിദീങ്ങളായ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്ത് ഇബ്ലീസ് വന്നിട്ട് തൽബീസ് ഉണ്ടാക്കും, ആശയക്കുഴപ്പമുണ്ടാക്കും. ഇബ്ലീസ് എന്താ പറയാ അറിയോ? ഇന്നമാ യഅ്മുറു വയൻഹാ മൻ സലുഹ്, നന്മ പറയേണ്ടതും തിന്മ തടുക്കേണ്ടതും നല്ല മനുഷ്യന്മാരല്ലേ, സാലിഹീങ്ങളല്ലേ. വഅന ലൈസ ബിസാലിഹ്, ഞാനൊരു നല്ല മനുഷ്യനല്ല, എനിക്കെന്തല്ലോ തെറ്റുകളുണ്ട്, എനിക്കെന്തല്ലോ കുറവുണ്ട്. ഫകൈഫ ആമുറു ഗൈരി, അപ്പൊ ഞാനെങ്ങനെ മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ദീൻ പറയും? എനിക്കെന്നതില്ലല്ലോ. ഈ ചിന്ത മനസ്സിലുണ്ടാക്കിയിട്ട് ശൈത്താൻ ഈ പരിപാടിയെ നിർത്താൻ ശ്രമിക്കും. ഫഹാദാ ഗലതുൻ, ഇത് തെറ്റാണ്, അതിൽ പെട്ടുപോവണ്ട. ഇങ്ങനെ ശൈത്താൻ വന്നിട്ട് ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കും, നീ എങ്ങനെ പറയാ, നീ ആദ്യം നന്നാവുക എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് ചെയ്യാതിരിക്കും. യജിബു അലൈഹി അയ്യഅ്മുറ വയൻഹ, അവന് നിർബന്ധമായും നന്മ ഉപദേശിക്കണം, തിന്മ തടയണം. വലൗ കാനത് തിൽകൽ മഅസിയതു ഫീഹ്, ഏത് തിന്മയാണോ അവൻ തടയുന്നത് അത് അവനിൽ ഉണ്ടെങ്കിലും, ഇല്ല അന്നഹു മതാ അൻകറ മുതനസ്സിഹൻ അനിൽ മുൻകർ അസ്സറ ഇൻകാറ, ആ തെറ്റിമലിൽ ഉണ്ടെങ്കിലും രണ്ട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇവൻ നന്നായിട്ട് പറയാൻ കഴിയുന്നവനായിരിക്കും, ഓൻ്റെ പറച്ചില് കേൾക്കുന്നവൻ്റെ മനസ്സിൽ മാറ്റം ഉണ്ടാക്കും. ആ മാറ്റം ഈ പറഞ്ഞവന് പിന്നെ മാറ്റം ഉണ്ടാവാൻ കാരണമാവും. ശൈത്താൻ രണ്ടാൾക്കാരെ ഹിദായത്ത് ഒരുമിച്ചങ്ങ് തടയും. ഓൻ തോന്നിപ്പിക്കൽ എന്താ അറിയോ? നീ എങ്ങനെയാ പറയില്ലേ, അത് നീ നന്നാവിടാ,
പറഞ്ഞുകൊണ്ടേയിരിക്കണം. കേൾക്കുന്ന ആളും ശരിയാവും, പറയുന്ന നമ്മളും അതിൽ നിന്ന് മാറും. ഇമാം നബവി റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ലാ യശ്തരിതു, ഷർത്തല്ല, നിബന്ധനയല്ല, ഫിൽ അംരി വന്നാഹി, നന്മ ഉപദേശിക്കാനും തിന്മ തടയാനും, അയ്യകൂന കാമിലൽ ഹാൽ, പരിപൂർണനായ പരിശുദ്ധനാവൽ നിബന്ധനയല്ല. അങ്ങനെ ആരേ ഉള്ളൂ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. 100-ൽ 110% ക്ലിയർ. അതല്ലാത്ത ആർക്കും എന്തബദ്ധവും വരാം, എന്ത് തെറ്റും സംഭവിക്കാം. ആർക്ക് വരെ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് വരെ. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. പക്ഷെ അല്ലാഹുവിന്റെ റസൂലിനെ പറ്റൂല. അതുകൊണ്ട് കാമിലുൽ ഹാൽ, എല്ലാ അർത്ഥത്തിലും നന്നായിട്ട് മാത്രമേ നന്മ പറയാവൂ, തിന്മ തടയാവൂ എന്ന് ഒരു നിബന്ധനയുമില്ല. ബൽ അലൈഹിൽ അംറു വഇൻ കാന മുഖല്ലൻ ബിമാ യഅ്മറു ബിഹി, അവൻ നന്മ പറയണം, ആ നന്മ അവനിൽ ഇല്ലെങ്കിലും. വന്നഹ്യു വഇൻ കാന മുതലബ്ബിസൻ ബിമാ യൻഹാ ബിഹി, ഏതാണോ തടയുന്നത് ആ തിന്മ അവനിൽ ഉണ്ടെങ്കിലും തടയണം. കാരണം അവന്റെ ദഅവ, അവന്റെ നഫ്സ് സ്വയം നന്നാവാൻ കാരണമാവും. അതുകൊണ്ട് ശൈത്താന്റെ പരിപാടിക്ക് നിന്ന് കൊടുക്കണ്ട. അങ്ങനെ പലരും പറയാറുണ്ട്, എങ്ങനെയപ്പാ നമ്മൾ ചെയ്യുക? ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, അൻ മയ്യിത്തിൽ അഹ്യാ, മലയാളത്തിൽ പറഞ്ഞാൽ ജീവച്ഛവം. ജീവിച്ചാലും സമം തന്നെ, മരിച്ചാലും സമം തന്നെ. അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ. അതാരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലദീ ലാ യൻകുറുൽ മുൻകറ ബിയദിഹി, തിന്മ കണ്ടിട്ട് അതിനെ തടയാത്തവൻ കൈകൊണ്ട്, വലാ ബിലിസാനി വലാ ബിഖൽബി, നാവുകൊണ്ടില്ല കൽബ് കൊണ്ടില്ല, അത് ബാധകമേ അല്ലാത്തവനെ പോലെ നിൽക്കുന്നവനാണ് ജീവിച്ചവൻ. കാരണം അവനെ കൊണ്ട് ഒരു ഉപകാരമില്ല, നാട്ടുകാർക്ക് ഉപകാരമില്ല. ജീവച്ഛവം. അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അവിടെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദഅവ നമ്മളെ ഉത്തരവാദിത്തമാണ്. ഇനി നമ്മൾ മനസ്സ് പറയാണ്, എനിക്കൊന്നും അറിയില്ല. അൽഹംദുലില്ലാഹ്, മനസ്സങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നല്ലതാണ്. പഠിക്കാൻ ശ്രമിക്കണം, ദീൻ അറിയണം. ദുനിയാവിലെല്ലാം അറിഞ്ഞു, ദീൻ അറിയില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മടിക്കേരിയിലെ ചെറുപ്പക്കാരെ, പ്രായമുള്ളവരെ, മക്കളെ, അവനൊന്നിനും കൊള്ളൂല. അവൻ ഖൈറില്ലാത്തവനാണ്. ദീൻ അറിയില്ലെങ്കിൽ. ദീൻ എങ്ങനെ വരും? ഇൽമ് എങ്ങനെ കിട്ടും? അങ്ങോട്ട് പോയിട്ട് പഠിച്ചാൽ കിട്ടും, ഇങ്ങോട്ട് വരില്ല. ഇമാം മാലിക് റഹ്മഹുല്ലാഹു തആലനെ ഖലീഫ ഹാറൂൻ റഷീദ് കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. മക്കൾ അമീനും മഅ്മൂനും ഹദീസ് പഠിപ്പിക്കാൻ, മുവത്ത പഠിപ്പിക്കാൻ. ഇമാം മാലിക് റഹ്മഹുല്ല പറഞ്ഞു, രാജകുമാരന്മാരുടെ അടുത്ത് ഇങ്ങോട്ട് വരാൻ പറ. അൽ ഇൽമു യുഅ്താ ലാ യഅതി, ഇൽമ് ഇങ്ങോട്ട് വരൂല, അങ്ങോട്ട് പോയിട്ട് പഠിക്കണം. അതുകൊണ്ട് ബോധവാന്മാരാവണം. വെറുതെ ജീവിച്ച് മരിക്കരുത്. മരിച്ചു പോയാൽ മടിക്കേരിയിലുള്ള ഒരാളെങ്കിലും നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുണ്ടാവണം. അയാൾ മരണപ്പെട്ടു പോയി, ഉപകാരിയായിരുന്നു, നന്മ പറയുന്ന ആളായിരുന്നു, നേർവഴിക്ക് വിളിക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞ് ഖബറിലേക്ക് ഒരു 100 കിട്ടാൻ ഒരാളെങ്കിലും ദുആ ചെയ്യാനുണ്ടാവണം. ജീവിതം റാഹത്തായി. ആർക്കും തിരിയാതെ, ആരും അറിയാത്ത, ആർക്കൊരു ഉപകാരമില്ലാത്തവരായി ദുനിയാവൊന്ന് പോവേണ്ടി വരുന്ന അവസ്ഥ വരാൻ പാടില്ല. ബക്കത്ത് അലൈഹിമുസ് സമാഉ വൽ അർദ്, ആകാശം കരയണം, മടിക്കേരിയിലെ മലകൾ കരയണം, ഓരോ മണൽത്തരികളും പാറക്കെട്ടുകളും കരയണം. അങ്ങനത്തെ നല്ലൊരു മനുഷ്യൻ, ജനങ്ങളെ ഉപദേശിക്കുന്നവൻ, ജനങ്ങൾക്ക് ഉപകാരിയായവൻ, നേർവഴിക്ക് വിളിച്ചവൻ, അള്ളാഹുവിലേക്ക് യാത്രയായതിൽ മനസ്സ് നൊന്ത് വേദനിച്ച് കരഞ്ഞിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണം. ആകാശ ഭൂമികൾ കരയണം. ആ ജീവിതം നല്ല ജീവിതം. അങ്ങനെയാവണം ഓരോരുത്തരും. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നസീബാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ
എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. തഖ്വയോടെ ജീവിക്കണം, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കണം, അള്ളാഹുവിനെ പേടിക്കണം, നിസ്കാരങ്ങൾ ശ്രദ്ധിക്കണം, ദീനിനെ മുറുകെ പിടിക്കണം. അവൻ ഇസ്സത്തുള്ളവനാണ്. ദീനുള്ള ആളുകളുടെ കൽബിൽ അവനെപ്പറ്റി മതിപ്പുണ്ടാവും. അവൻ ആകാശ ലോകത്തുള്ളവരും ഭൂമിയിലുള്ളവരും സ്നേഹിക്കും, അവന് വേണ്ടി ദുആ ചെയ്യും. അല്ലാത്തവൻ അള്ളാഹുവിൻ്റെ അടുത്തും നല്ലവനല്ല, ജനങ്ങളുടെ അടുത്തും നല്ലവനല്ല. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദഅവത്തിൻ്റെ ഒരു രീതി ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇനിയും ചില വിഷയങ്ങളുണ്ട്, അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അഖ്ലാഖ്, സ്വഭാവം, ദഅവത്തിൻ്റെ ചുക്കാൻ, അതിൻ്റെ സ്റ്റിയറിംഗ് അഖ്ലാഖിലാണ്, സൽ സ്വഭാവത്തിലാണ്, നല്ല പെരുമാറ്റത്തിൽ, നല്ല വർത്തമാനത്തിൽ, നല്ല ഇടപെടലിൽ. നെഞ്ചും പിരിച്ചാലും എന്നോട് മുണ്ടിക്കൂടാ, തൊട്ടുകൂടാ, അടുത്തൂടാ, നല്ല ദാഇയുടെ അടയാളമല്ല. സാമൂഹിക ജീവിയാവണം, എല്ലാവരുമായിട്ടൊരു കണക്ഷൻ, ദീനിൻ്റെ അഹ്ലുകാരോട് സ്നേഹം, അവരുമായിട്ട് അടുപ്പം, മനുഷ്യന്മാരോട് നല്ല വർത്തിത്വം. യമാമ ഭരിച്ചൊരു രാജാവുണ്ടായിരുന്നു, സുമാമ ഇബ്നു ഉസാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം മുസ്ലിമായി. മുസ്ലിം ആവാൻ ഒരു കാരണമുണ്ടായി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പല യുദ്ധങ്ങളും സ്വയം നയിച്ചു. അതല്ലാതെയും ഒരുപാട് സഹാബാക്കളെ യുദ്ധത്തിന് പല നാട്ടിലേക്കും അയച്ചിട്ടുണ്ട്. യമാമയിലേക്കും ഒരു സൈന്യത്തെ നിയോഗിച്ചു. കാരണം യമാമ ഫലഭൂഷ്ടമായ മണ്ണുള്ള, കൃഷിയുള്ള, പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന നാടാണ്. ഇന്നത്തെ റിയാദ്, അതിൻ്റെ പരിസര പ്രദേശങ്ങൾക്ക് ഉൾപ്പെടുന്ന നജിദിയൻ നാട്. അവിടുത്തെ രാജാവാണ് സുമാമ. സുമാമയ്ക്ക് ഹിദായത്ത് കിട്ടാൻ അള്ളാഹുവിൻ്റെ റസൂൽ ഒരുപാട് ആശിച്ചിട്ടുണ്ട്. ഈ പട്ടാളം യമാമയിലേക്ക് പോകുന്ന വഴിക്ക് മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു അൻഹു ധീരയോദ്ധാവാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് 1000-ഓളം വരുന്ന പട്ടാളക്കാരുണ്ട്. ഒരു സംഘം മക്കയെ ലക്ഷ്യമാക്കി നീങ്ങുന്ന കാഴ്ച വഴിക്ക് വെച്ച് കണ്ടു. അവർ പിടിച്ചു. ഏത് നാട്ടുകാരാ നിങ്ങൾ? യമാമക്കാരാണ്. ഗോത്രം ബനു ഹനീഫ ഗോത്രക്കാരാണ്. സഹാബാക്കളിൽ ഒരു ടീമിനെ ഈ ബനു ഹനീഫ ഗോത്രക്കാർ മുമ്പ് കൊന്നിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേപോലെ യമാമയിലേക്ക് ദൂതന്മാരായി അയച്ചവരെ യമാമയിലെ രാജാവ് കൊന്നുകളഞ്ഞു. ഇത് ഈ സഹാബാക്കൾക്കറിയാം. അപ്പൊ ആ ഗോത്രക്കാരാണെന്ന് കണ്ടപ്പം അവരെ ബന്ദിയാക്കി, യുദ്ധത്തടവുകാരാക്കി മദീനത്തേക്ക് കൊണ്ടുവന്നു. മദീനത്തെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കുമ്പോൾ അതിലുണ്ട് സുമാമ ഇബ്നു ഉസാൽ, യമാമയിലെ രാജാവ്. ഇത് ഇപ്പോഴത്തെ സഹാബാക്കൾക്ക് അറിയില്ല. റസൂലുള്ളാഹി പറഞ്ഞു, മുഹമ്മദ്, നീ പിടിച്ചു കൊണ്ടുവന്നത് ആരാന്നറിയോ? യമാമയിലെ രാജാവാണത്, സുമാമ. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ആഗ്രഹം അള്ളാഹു ഈസി ആയിട്ട് നടത്തി കൊടുത്തു. സുമാമയെ മദീനത്തുള്ള ഒരു തൂണിൽ കെട്ടിയിട്ടു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികളെ, ദൂതന്മാരെ കൊന്ന രാജാവാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ശക്തമായ വെറുപ്പും ദേഷ്യവും പ്രകടിപ്പിച്ചൊരു രാജാവാണ്. തൂണിൽ കെട്ടിയിട്ടു. അന്നത്തെ ജയിലില്ല, അതുകൊണ്ട് തൂണിൽ കെട്ടിയിട്ടു. റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങൾ തിന്നുന്ന ഭക്ഷണത്തിൽ ഏറ്റവും നല്ലത് വേണം സുമാമക്ക് തിന്നാൻ കൊടുക്കാൻ. അതിന് മറിച്ച് നമ്മൾ എന്താ ചിന്തിക്കുക? നമ്മൾ ആൾക്കാരെ കൊന്നവൻ കിട്ടിയില്ലേ, ഏറ്റവും നല്ലത്. സുമാമ പറയാണ്, സഹാബാക്കൾ ഈത്തപ്പഴവും റൊട്ടിയും കൊണ്ടുവരും, എന്നിട്ട് ആ റൊട്ടി എനിക്ക് തിന്നാൻ തരും, അവർ ഈത്തപ്പഴം മാത്രം തിന്നും. സുമാമ അത്ഭുതപ്പെടുകയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പം ഒരു ഗ്ലാസ്സിൽ പാല് കൊണ്ടുവരും ഈ സുമാമക്ക് കൊടുക്കാൻ. ബന്ധിയാണ്. ഒരു ദിവസം കഴിഞ്ഞു, ഒരിക്കൽ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മാ ഇൻദക യാ സുമാമ, നീ എന്ത് പറയുന്നു? ഒരു ദിവസമായി എൻ്റെ ജയിലിലല്ലേ, ഇതെല്ലാം കാണുന്നുണ്ടല്ലോ, മദീനത്തെ പള്ളി, നിസ്കാരം, ക്ലാസ് എല്ലാം കാണുന്നു കേൾക്കുന്നുണ്ട്, എന്ത് പറയുന്നു? അയാൾ പറഞ്ഞു, നിങ്ങൾ എന്നെ കൊല്ലുകയാണെങ്കിൽ ഞാൻ അർഹനാണ്, ഞാൻ നിങ്ങളെ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. ഇനി എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ നന്ദിയുള്ളവനായിരിക്കും. കാരണം റേഷൻ അവിടെ നിന്നാണ് വരുന്ന മക്കത്തേക്ക്, അത് മദീനത്തേക്ക് എനിക്ക് കിട്ടും. നിനക്ക് എന്ത് സമ്പത്ത് വേണമെങ്കിലും ചോദിച്ചോളിൻ, എത്ര വേണമെങ്കിലും തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാണ്ട് പോയി.
രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം ഇത് തന്നെ. നല്ല ഭക്ഷണം തിന്നാൻ കൊടുക്കുക, നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കുക. നാലാമത്തെ ദിവസം രാവിലെയും ഇതേ ചോദ്യം ചോദിച്ചു, ഇതേ മറുപടി. റസൂലുള്ളാഹി പറഞ്ഞു സഹാബാക്കളോട്, അത്ലിഖൂ, കയറൂരിട്ട് വിട്ടേക്ക്, സുമാമ പോയിക്കോട്ടെ. സഹാബാക്കൾ അന്തം വിട്ടു. ഒരു ദൂതന്മാരെ കൊന്ന് യുദ്ധപ്രഖ്യാപനം നടത്തിയ രാജാവിനെ കൈമ കിട്ടിയിട്ട് ഇങ്ങനെ വിടുക? സഹാബാക്കൾ ഇയാളെ പോക്ക് നോക്കി നിൽക്കുകയാണ്. ഇയാൾ പള്ളിയിൽ നിന്നിറങ്ങി മദീനത്തെ പള്ളിൻ്റെ അപ്പുറത്തെ ഭാഗത്തൊരു കുളത്തിൽ പോയി, കിണറിൽ അവിടുന്ന് കുളിച്ചു, അതേപോലെ തിരിച്ചു വന്നു. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. റസൂലുള്ളാഹി പ്രസംഗിച്ചിട്ടില്ല, റസൂലുള്ള വാൾ പിടിച്ചില്ല, സുമാമ മുസ്ലിം ആവണമെന്ന് പറഞ്ഞില്ല. പിന്നെ എന്തായിരിക്കും സുമാമ കണ്ടിട്ടുണ്ടാവുക? ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അഖ്ലാഖ്, ആ പള്ളി നിസ്കരിക്കാൻ വരുന്ന സഹാബാക്കളുടെ സ്വഭാവം, അവരുടെ രീതി, മര്യാദ, ഇത് 3 ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സുമാമ പറയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മുഖം നിങ്ങളുടെ മുഖമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം നിങ്ങളുടെ മുഖമാണ്. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളുടെ നാട്ടിനോടായിരുന്നു. ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ നാടാണ്. ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും വെറുപ്പ് നിങ്ങളുടെ ദീനായിരുന്നു. ഇന്നെനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളുടെ ദീനാണ്. അഖ്ലാഖ്, നമ്മളെ സ്വഭാവം, നമ്മളെ പെരുമാറ്റം, നമ്മളുടെ ഇടപെടൽ, അത് ദഅവത്തിന്റെ കടിഞ്ഞാണാണ്. വളരെ പ്രിയപ്പെട്ട മടക്കേരിയിലെ മുഅ്മിനീങ്ങളെ, മുവഹിദുകളെ, സ്വഭാവം നന്നാക്കണം, വർത്താനം നന്നാക്കണം, മനുഷ്യന്മാരുള്ള ഇടപെടൽ നന്നാക്കണം, ആളുകളെ പരിഗണിക്കണം, ആളുകളോട് ചിരിക്കണം, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം, ആളുകളുടെ കൂടെ വന്നിരിക്കണം, അവരോട് വർത്താനം പറയണം, അവരിൽ ഒരാളാവണം. നമ്മൾ ആ രീതിയും അദബും മര്യാദയും സൂക്ഷ്മതയും കണ്ടിട്ട് അവർക്ക് മൻഹജിനോട് ഇഷ്ടം തോന്നണം. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. അള്ളാഹു പരിശുദ്ധ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാനും അതിൻ്റെ വക്താക്കളായി ജീവിക്കാനും ദാഇമാരാവാനും ദുനിയാവിലും ആഖിറത്തിലും വമ്പിച്ച നേട്ടം കൈവരിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടാനും തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മിമ്പറിൽ പ്രത്യേകിച്ചും പറയാൻ, കുറേ രോഗികൾ, കുറേ കടം കൊണ്ട് വലയുന്നവർ, മറ്റുപേർ ദാമ്പത്യത്തിൽ തകർച്ച വന്നവർ, ഭാര്യമാരെ കൊണ്ട് പ്രയാസം, ചിലർക്ക് ഭർത്താക്കന്മാരെ കൊണ്ട് പ്രയാസം. അള്ളാഹു മുസ്ലിം ഉമ്മത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ദൂരീകരിക്കട്ടെ. സ്വസ്ഥതയും സമാധാനവും റാഹത്തുമുള്ള ജീവിതം ദുനിയാവിലും നാളെ ആഖിറത്തിലും അള്ളാഹു നസീബാക്കി തരട്ടെ. കടങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, അതേപോലെ മറ്റ് ബുദ്ധിമുട്ടുകളിൽ നിന്ന് അള്ളാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.